കണ്ണാപ്പി എന്തുപറ്റിടാ കുറച്ചൊരു ചത്തിട്ടുണ്ടല്ലോ എന്തുപറ്റി കണ്ണാപ്പി 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 കണ്ണാപ്പിയുടെ ചെവിയേക്കുന്നില്ല എന്ത് പറ്റിയെന്ന് ഇവിടെ സിറ്റുവേഷനിലാണാ എടാ പോയിന്റ് എല്ലാം വേണമെങ്കിൽ പറയണേ നമ്മള് കൂടെ ഉണ്ട് വണ്ടിയൊക്കെ റിവ്യൂ ചെയ്യുമ്പോഴേ നമ്മളോട് ഉണ്ടാവും ടീമില് ഈ റിവ്യൂ ടീമിന്റെ കൂടെ നമ്മളോട് ഉണ്ടാവുന്നു ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞു നമ്മള് ജയിക്കാൻ വേണ്ടി അല്ല ബോബോയ് പോയിന്റ് കിട്ടിയില്ലേലും ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല. അല്ല പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് ബോബോയുടെ വണ്ടി ഒരു വകയ്ക്കുള്ളൂല സത്യം പറഞ്ഞു കഴിഞ്ഞാ അല്ല ബോബോയ് ഞാൻ പറഞ്ഞ നമ്മുടെ ടീമിൽ നിന്ന് ഒരു വണ്ടി ഇറക്കുമ്പോ കുറച്ച് നല്ലതായിട്ട് എന്തെങ്കിലും പറയണോ അല്ലെങ്കിൽ നിന്റെ സ്പെക്ക് എങ്ങനെ വണ്ടി സ്പെക്ക് എങ്ങനെയാ എടാ ഇല്ല ബോബോ ഞാൻ കാര്യം പറട്ടാ ആ വണ്ടി എനിക്ക് തന്നെന്നറിയാവോ ദേ ഈ തൊലിക്കില്ലേ എവന്റെ ചില്ലല്ല അവനാണ് ആ ചാണകം വണ്ടി എനിക്ക് തന്ന മനസ്സിലായ ആ ചാണകമേ ശരി നിന്റെ അടുത്ത് ശരി ഇല്ല ബോബോ ഒരു കാര്യം പറ ബോബോയ് പറ നിന്റെ വണ്ടി സ്പെക്ക് പറ എടാ നിന്റെ വണ്ടിയുടെ സ്പെക്ക് പറയാൻ നിന്റെ വണ്ടിയുടെ സ്പെക്ക് പറയാൻ പറഞ്ഞു അല്ല പറയ ചാണവണ്ടി ഇറക്കാൻ പറ്റാത്ത വിഷമം ഇല്ലടാ കണ്ണാപ്പി പുള്ളി പറഞ്ഞു കേട്ടില്ലായിരുന്നു വാസുണ്ണനെയാണ് നോക്കിയിരുന്ന കിട്ടിയില്ല അതുകൊണ്ട് സ്റ്റെപ്പായിട്ട് വരുമെന്ന് ചോദിച്ചപ്പോ ആള് വന്നേ വാസുണ്ണാണ് ഇവിടെ വണ്ടി റിവ്യൂ വേണ്ടി വെച്ചിരുന്നത് അപ്പൊ അവര് ചോദിച്ചു ആളില്ലാത്തോണ്ട് എന്ത് പ്രശ്നം അപ്പൊ ചന്ദ്ര ചോദിച്ചു എന്നെ എടുക്കാൻ പറ്റുമോ ഞാൻ നീയൊക്കെ ലിസ്റ്റിലേ ഇല്ല. ബോബോയ് കണ്ടോ ബോബോയ് അവരെങ്ങനെ പറയണ ബോബോയ് കണ്ടോ എടാ ഈഗോ ഒക്കെ ആവടാ ഒരുമാതിരി തീട്ട ഈഗോ കാണിക്കണൊക്കെ അല്ലടാ തീട്ട ഈഗോ ഒക്കെ കാണിക്കുന്ന ഷോകള് കണ്ണാപ്പി നിന്റെ വണ്ടിക്ക് ഇന്റീരിയർ ഉണ്ടോടാ ബേസിക് അല്ലേടാ ഒരു വണ്ടിക്കകത്ത് ഒരു ഇല്ല പറയട്ടെ ഒരു ഇല്ല അവനൊന്നും പറഞ്ഞില്ലല്ല അല്ല കണ്ണാപ്പി കണ്ണാപ്പി ഇന്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് മറ്റേ സ്റ്റൂൾ ഇട്ടിരിക്കാൻ പറ്റില്ലല്ലോ നോർമലി കാറിന്റെ അകത്താകുമ്പോ ഒരു ഇന്റീരിയർ വേണ്ടേ എല്ലാ വണ്ടിയും നോക്കുന്ന അവരുടെ പുറത്തെ ലുക്കല്ലേ അല്ല അപ്പൊ പുറത്തെ ലുക്ക് മാത്രമാണ് നോക്കണേ സൂപ്പറുള്ള ആളാണ് പറയണേ പുറത്തെ ലുക്ക് മാത്രമേ നോക്കൂ കണ്ണാപ്പി എടാ അല്ല ഇത് ലാൻസറിന് കിറ്റ് വെച്ച് ഇറക്കിയ എനിക്ക് സംശയം കേട്ടോ നീക ബോബോ എത്ര പോടാ വിളിക്കണം നമ്മളെ പിന്നെന്താടാ എടാ നീക നിന്റെ പോർഷ കണ്ടിട്ടുണ്ടാവില്ല സോറി പോർഷ അവൻ കണ്ടിട്ടുണ്ടാവില്ല നീക ശരി ഞാനൊരു കാര്യം പറ്റാ നീകന് പോർഷ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞ ബോബോയ് വണ്ടി എഴുതി കൊടുക്കൂ അല്ലടാ നീ അല്ലേ പറഞ്ഞടാ എടാ ബോബോയ് അല്ല ഇവിടെ വണ്ടിയുടെ കണക്കിനല്ലോ വെച്ചാ വെല്ലുവിളിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരാളെ പറ്റിയ ഒരു ധാരണ വേണം ഇപ്പൊ ബോബോ ഇത്ര വെല്ലുവിളിച്ചില്ലേ അല്ല ബോബോയ് കണ്ണാപ്പി പറഞ്ഞ ഒരു വണ്ടി പോലും ഇല്ലാത്തതെന്നാണ് പറഞ്ഞത് അല്ലേ അല്ല കണ്ണാപ്പി ബോബോ പറഞ്ഞ ബ്രോ ഒരു മിനിറ്റ് അല്ല നീ അതല്ലല്ലോ പറഞ്ഞേ എടാ നിന്റെ വണ്ടി ടോപ്പ് തന്നെ നിന്റെ വണ്ടി ലാൻസർ സോറി അല്ലല്ല ബോബോയ് നിന്റെ വണ്ടി ടോപ്പ് തന്നെ ഞാൻ അതല്ല പറഞ്ഞ നീ കണ്ണാപ്പി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഈ പറയണ ഒരു വണ്ടി എങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പൊ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചു നിന്റെ പറയണ കേള് കംപ്ലീറ്റ് ആക്കട്ടെ കംപ്ലീറ്റ് ആട്ടെ അപ്പൊ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് എടാ നിനക്ക്
ഇപ്പം നീഗന് വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ ഞാൻ നിന്റെ വണ്ടി അവന് എഴുതി കൊടുക്കുമെന്ന് ഞാൻ നിന്റെ അടുത്ത് ഒരു ഇതുപോലെ ചോദിച്ചാണ്. നിനക്കതിന് ഉറപ്പുണ്ടാ? ഉറപ്പുണ്ടാ? അതിന്റെ റിപ്ലൈ പറയട്ടെ ചന്ദ്രു. പറ. പറഞ്ഞാ മിണ്ടാണ്ടിരുന്ന് കേട്ടില്ലേ നീഗന്റെ ആ വണ്ടി നമ്മളാ ഇട്ടേക്കണ കൂട്ടത്തിൽ കൊണ്ടിടാൻ പറ്റുന്ന ഒരു വണ്ടിയാണെങ്കിൽ നീഗന്റെ അത് നീ അതിന് അല്ല വെയിറ്റ് ഇനി ഞാൻ പറയാം അല്ല വെയിറ്റ് ഞാൻ പറയാം വെയിറ്റ് കണ്ണാപ്പി നിക്കറ പറയട്ടെ എടാ ഞാൻ ചോദിച്ചതേ ബോബോയ് അതിന് നീ ചോദിച്ചത് നിന്റെ കൂട്ടത്തിലിടാൻ പറ്റുന്ന വണ്ടി നീഗന്റെ ഉണ്ടോന്നല്ലല്ലോ നീ ചോദിച്ചത്. അല്ല നീ എന്താ ചോദിച്ചേ? എടാ അത് ഫ്രീ വണ്ടി ആയിക്കോട്ടെ എടാ ഇപ്പൊ ഞാൻ കാര്യം പറയട്ടെ എടാ നമ്മുടെ നാട്ടിലൊക്കെ എടാ അംബാസഡർ കിട്ടിയാലും അത് മോഡിഫൈ ചെയ്ത് കൊണ്ടു നടക്കുന്ന ആൾക്കാരാടാ. അതുകൊണ്ട് നീ ഫ്രീ വണ്ടിയുടെ കേസ് പറയണ്ട പോയി. നമ്മുടെ ഉള്ള വണ്ടി എടാ നമ്മുടെ കിടക്കുന്ന വണ്ടി നമ്മൾ കിടിലോട്ട് പഴഞ്ഞു കൊണ്ടു നടക്കണം. അതിനാണ് കാര്യം. അല്ലാണ്ട് നിന്റെ കൂടിയ വണ്ടി എടാ ഇല്ല ഞാൻ ഇല്ല കണ്ണപ്പി പറഞ്ഞു തീരട്ടെ. കണ്ണപ്പി പറഞ്ഞു തീരട്ടെ. എന്റെ ചാണകം വണ്ടി എടാ ഞാൻ എന്താ ഇറക്കത്? നീ ഏത് അർത്ഥത്തില ചാണകം വണ്ടി എന്ന് പറയണ അതിനെ? അല്ല എന്താ ഇവന്മാര് പറഞ്ഞു ഇവന്മാര് ചിരിക്കണ ലോജിക്ക് അല്ല അല്ലടാ ബേബി ഫ്രീ വണ്ടി ഇറക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ കൊണ്ടുവരാ നിന്റെ പോർഷ. ഇതിൽ സംസാരിക്കട്ടെ നമ്മള്. എടാ നീ ഇതിൽ സംസാരിക്കും ഈ മറ്റേ പൈസ കൂടിയ വണ്ടി അല്ലെങ്കിൽ പൈസ കൊടുത്ത് കൂടിയ വണ്ടി മാത്രമേ ഷോക്ക് ഇറക്കാൻ പറ്റണൊക്കെ. എടാ അങ്ങനല്ലടാ ബോബോയ്. എടാ ഒരു വണ്ടി വണ്ടിയുള്ള ഇഷ്ടമുള്ളവരത്തെ അവൻ ഇഷ്ടമുള്ള വണ്ടി ഇറക്കും. അത് ഏത് രീതിയിൽ പണിയുന്നു ഏത് വണ്ടി നീറ്റ് എന്നുള്ള കാര്യം മനസ്സിലായ? നമ്മളായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾ കോമ്പീറ്റ് വണ്ടിയുടെ കൂട്ടത്തിൽ ഇടാൻ നിങ്ങൾ ഏത് കോമ്പി എടാ നീ പറഞ്ഞതാണോ ബോബോയ്? നിനക്ക് ഒരു ഒരു വണ്ടിയെങ്കിലും ഉണ്ടോടാ? എടാ ഇല്ല നീക്ക എടാ മൈ മാറി എടാ എന്റെ 6 എടാ ഹലോ കണ്ണാപ്പി ഞാൻ പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി വിട്ടു പറയണല്ലോ കണ്ണാപ്പി. നേരത്തെ ഈ ചാണക വണ്ടി വെച്ചിട്ടേ ഒരു 3 പ്രാവശ്യം നിന്റെ വണ്ടി അടിച്ചങ്ങ് കളഞ്ഞായിരുന്നു. അത് ഓർമ്മ ഉണ്ടെങ്കിൽ നീ ഓർത്തങ്ങ് വെച്ചിരുന്നോ? അല്ല ബോബേ റേസ് കാണാൻ പോലും നീല. നീ സംസാരിക്കാതെ മാറിയില്ല. ഞാൻ അവനടുത്താ പറഞ്ഞേ മനസ്സിലായില്ലേ? പറയട്ടെടാ എടാ നില്ല വെയിറ്റ് ചെയ്യടാ. എടാ ചാണക വണ്ടിയാ എടാ പറയട്ടാ. അതാണ് പറയട്ടെ. ചാണക വണ്ടിയാണെങ്കിലും ഇല്ല ചാണക വണ്ടിയായിട്ട് നിന്റെ വണ്ടി അടിച്ചോ മാറുന്നില്ലേ? കുറച്ചേരം അല്ല ഞാനിവിടെ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഈ ബോബോയുടെ വായ്ത്താളത്തിന് മാത്രമേ ഞാൻ പറഞ്ഞ. ബോബോയ് പറഞ്ഞ് വണ്ടി അവനുണ്ടോ എന്ന് വെച്ചാൽ അവന് കിടിലൊരു പോർഷ ഉണ്ട്. അത്രേ ഉള്ളൂ മനസ്സിലായ? വനിക പോയിട്ട് പിന്നെ അടിച്ചാ കൊടുത്തു വാ. എടാ അതെ അത് അവര് വണ്ടി ഷോറൂമിന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വീട്ടിൽ പോണം. ചന്ദ്ര വണ്ടി നോക്കിയേ ബാക്കിൽ നോക്കിയേ വണ്ടിയുടെ ബാക്കിൽ നോക്ക്. ഇത് ഷെയ്ക്കിന്റെ ആണല്ലോ. അതെന്താ ഇതിനെ നോക്കി ചന്ദ്രൻ അവിടെ വന്ന് പോയതാണ്. ഏത് വണ്ടി ഇത്? എങ്ങോട്ടെ പഴയ ഇത് പോപ്പപ്പ് ആണ്. മറ്റേ ഹെഡ്ലൈറ്റ് പോപ്പപ്പ് ആവൂലേ ബ്രോ? അതെ പൊന്തി വരും. അപ്പുറത്തെ അപ്പുറത്തെ സീറ്റ് അപ്പുറത്ത് താത്ത ഇതുകൊണ്ട് ഇടാ. ഇത് വിഷയം പൊക്കിക്ക് ലൈറ്റ് ഓഫ് ചെയ്തേ. എങ്ങനെ ചെയ്ത് സാംഗുരു? ഞാൻ ഓടിച്ചിട്ടോട്ടാ. നീ കേറിയേ അപ്പ് ചെയ്യാണ്ട് കേട്ടോ. അപ്പ് ചെയ്യാതെ നോർമലാന്ന്. പാട്ടൊക്കെ ഉണ്ടല്ലോ.
സ്പീഡിനോളിയാ എത്ര 200 പുഷ്പം പോലെ റോട്ടി വണ്ടി. ഇല്ല ഇത് ഭയങ്കര വണ്ടിയാ, ഭയങ്കര സ്പീഡാ. ഇല്ല ടോപ്പ് സ്പീഡ് ആവട്ടെ. 300 വരുന്നുണ്ടോ? 300 സ്ട്രെച്ച് കയറും. ഹാൻഡിലിംഗ് കിടില ഹാൻഡിലിംഗ്. ഇത് പണ്ടത്തെ ഏത് വണ്ടി? നിസാന്റെ ആണോ അത്? നിസാനാണോ കേട്ടോ? അറേ മള്ളയ്യ. ഹലോ 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 സാബുഗുരു. ചന്ദ്ര ഞാന് ജോഡിനെ വിളിച്ചിട്ട് സാബുഗുരു എനിക്കൊരു കാര്യം വേണമെന്ന് വരാവോ? എടാ ഇപ്പൊ വരാവേ. എടാ നീ ഇപ്പൊ വരാവേ. സാബുഗുരു എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. കിടില വണ്ടി, കിടില വണ്ടി. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചാൽ സാബുഗുരു നോ പറയില്ല എൻ്റെ അടുത്ത്. ഇല്ല സാബുഗുരു എനിക്കിപ്പം സിറ്റിയിൽ കൊണ്ടു നടക്കാനും ആ ഒരു കിടിലൻ 2-3 കിടിലൻ വണ്ടി ഞാൻ ഇപ്പം ഇറക്കി. ഒരു ടൈറ്റൻ ഇപ്പം V2 ഇറക്കി. പിന്നെ എൻ്റെ ഒരു വില്ലീസ് ഇറക്കി ഞാൻ. നെക്സ്റ്റ് മന്ത് എനിക്കൊരു കിടിലൻ വണ്ടി, വേറൊരു വണ്ടി വരും. സാബുഗുരു ഈ വണ്ടി നീക്കിന് കൊടുക്കാവോ? ഈ വണ്ടി നീക്കിന് കൊടുക്കാവോ? അല്ലല്ല എനിക്ക് നിങ്ങള് ഗിഫ്റ്റ് ആയിട്ട് തന്നെയാണ്. എനിക്കത് ആ ഒരു ഇതുണ്ടാവും എപ്പോഴും. പക്ഷെ അവന് ഒരു വണ്ടി സിറ്റിയില് മര്യാദക്ക് കൊടുത്തോ? അല്ല പേര് ഉള്ളതാ. അത് ഒന്നും ചെയ്യാനാവില്ല. അത് മറ്റേ വേറെ അവന്റെ പേര് നീക്കണം ആക്കാൻ പറ്റില്ല. ആക്കാൻ പറ്റും തോന്നില്ല. അല്ല പേര് മാറ്റാൻ പറ്റുമെന്നാണ് വിശ്വാസം. മാറ്റാനൊക്കെ പറ്റും. അത് പുറത്ത് സംസാരിച്ചാൽ മതി. പുറത്ത് സംസാരിക്കാം. പക്ഷെ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷെ അവന് വണ്ടി ഇല്ല, എനിക്ക് ഇതുപോലത്തെ വണ്ടി ഉണ്ട്. അപ്പൊ അവന് വണ്ടിയുടെ ഭയങ്കര സന്തോഷം. അവന് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്താ പറയാ, ഇത് അവനോടത്ത് അവന് എനിക്ക് സന്തോഷം, അത്രേ ഉള്ളൂ. ഞാൻ ചന്ദ്രന്റെ സംഭവം അല്ലേ? ഇത് നിസാനല്ലേ? അതെ മറ്റേ BMW ഇറക്കും. മറ്റേ ഇത് എന്റെ പേരിട്ടാക്കോടാ. ഷോയിൽ നീഡ് ഫോർ സ്പീഡിലെ BMW അപ്പുറത്തെ ഇതിന്റെ അടുത്തേക്ക് വന്നാ മതി. എവിടെ ഗാരേജിലാണോ? എങ്ങോട്ട്? ഗാരേജ് പല്ല് പോയട്ടാ. വിട്ടോ എനിക്കൊന്നും കാണാൻ കേട്ടോ. ഹലോ ചന്ദ്രണ്ണ എവിടെ ഉണ്ട്? ആരാ? ഇന്നലെ അല്ലേ ജെയിംസ്? ജെയിംസ് ഇച്ചിരി തിരക്കുള്ള ജെയിംസ്, ഞാൻ വിളിക്കാം. ജെയിംസ് ഓരോതി. നീക്ക ഞാൻ കാര്യം ചോദിക്കട്ടാ, ഈ വണ്ടി എങ്ങനെയുണ്ട്? ഈ വണ്ടി കൊള്ളാം. ഇത് നിന്റെ വണ്ടിയായി. എന്റെ വണ്ടിയാ? ഇത് നിന്റെ വണ്ടിയായി. ചന്ദ്രന്റെ ഗിഫ്റ്റ് ആണല്ലേ പുള്ളി? ഇല്ല ഇത് നിന്റെ വണ്ടിയാ. നാളെ നമ്മള് പേര് മാറ്റും. പോളിയാ? ഇത് നിന്റെ വണ്ടിയായി. ഗിഫ്റ്റ് തന്ന വണ്ടി വേണ്ടല്ലേ എനിക്ക്? അല്ല അത് നീ സാബ്ഗുരു നിനക്ക് ഗിഫ്റ്റ് തന്നായിട്ട് നീ കൂട്ടിയാതി. ഈ വണ്ടി നോക്കിയേ. ഇതേത് വണ്ടിയാ? പഴയ ഇന്നലെ രാത്രി എടുത്ത ആ പോർഷെ, മറ്റേ അത് കുഞ്ഞൊരു പോർഷെ ഉണ്ടല്ലോ, അതൊന്ന് കാണിക്കാവോ? അതൊന്ന് കാണിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഓടിച്ചപ്പോ. അതൊന്ന് കാണിച്ചു തരാമോ? ഓക്കെ. ചന്ദ്ര വണ്ടി.
ചന്ദ്രു ഇവിടോട്ട് വരാൻ പറഞ്ഞാലോ? എടാ ഞാൻ ഇപ്പൊ 5 മിനിറ്റ്. ഓക്കെയാണോ? കേറും. ഓക്കെ. മറ്റേ വണ്ടിയെ പുറത്ത് നോക്കണം, ആരും എടുത്തിട്ടുണ്ടാവും. ആ പുറത്താണ്. ഓക്കെ സാറില്ല നീ സാഗുരി എനിക്ക് വേണ്ടിയിട്ട് ആ വണ്ടി എനിക്ക് ആ സ്നേഹം എപ്പോഴും സാഗുരിയുടെ അടുത്തുണ്ടാവും. ഓക്കെ കടപ്പെട്ടതായിരിക്കും ഞാൻ. ആ വണ്ടി എനിക്കത് നീക്കിന് കൊടുക്കണം. എനിക്കത് ഞാൻ പറഞ്ഞില്ലേ അവന് വേറെ വണ്ടി ഇല്ലാത്ത അവന് ഭയങ്കര സന്തോഷമാവും. അപ്പൊ എനിക്ക് ഇട്ടേക്കാട്ടിലും 100 സന്തോഷം അവനാവും. മനസ്സിലായില്ലേ? മനസ്സിലായി. ഹലോ ചന്ദ്രു എവിടെ? ചന്ദ്രു വരാത്തോണ്ട് ഇവിടെ പരിപാടി വരെ സ്റ്റക്ക് ആയി നിൽക്കുന്നുണ്ട്. അറിയാടാ പോയി ഇതാ വരുന്നടാ. ആ ശരി. സാഗുരു എടാ വണ്ടി എങ്ങനെ ആ അളിയാ വണ്ടിയൊക്കെ കൊള്ളാം. അളയാ കളി വണ്ടി ഇത് ഇല്ല, ഇല്ല, ഇല്ല. ഇത് വേണ്ട അളിയാ, ഏത് ഇത് വേണ്ട അളിയാ, ഗിഫ്റ്റ് എടുക്കാം. ഇല്ല അത് കുഴപ്പമില്ല. അത് നിനക്ക് പുള്ളി ഗിഫ്റ്റ് ആയിട്ട് നന്നായിട്ട് നീ കുട്ടിയായി. പുള്ളി അളിയ തന്നിട്ട് അതെങ്ങനെ വേണ്ട. ഇല്ലടാ ഇല്ല സാബുരു ഞാനൊരു പരിപാടിക്ക് പോയിട്ട് വരാം ഞാൻ. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. സാബുരു ഓക്കെ ഓക്കെ ബൈ നീ വാ. എടാ കേറി